പ്രിയപ്പെട്ടവരെ, നമ്മൾ വെണ്ടക്കൃഷിയുടെ അടുത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നോക്കിയാട്ടോ. സംഭവം കണ്ടപ്പോൾ ഞെട്ടി. പിന്നെ എത്ര ഒന്നും വെള്ളം ഉണ്ടായി നോക്കുമ്പോണ്ടോ നമ്മൾ ഇറങ്ങുന്ന സ്ഥലമാണിത്. ഓക്കെ, നമ്മളിങ്ങനെ ഇറങ്ങി നോക്കിയാണ്. നമ്മൾ കണ്ടില്ല, തണ്ണിമത്തം നട്ടിയുന്ന സ്ഥലമാണിത്. കംപ്ലീറ്റ് വെള്ളമായിരിക്കണം കേട്ടോ. നമ്മുടെ പൈപ്പ് PVC പൈപ്പ് ഇതിൻ്റെ അടിയിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അത് അയച്ചു വെക്കണം എന്നെന്തായാലും, അല്ലെങ്കിൽ കണ്ടില്ല അവിടെ ആ തല പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഒലിച്ചു പോകും കേട്ടോ. നമ്മുടെ വെണ്ടക്കൃഷിയൊക്കെ വെണ്ടക്കൃഷി കംപ്ലീറ്റ് വെള്ളത്തിലാണ്. പോയി നോക്കാം നമുക്ക് ജസ്റ്റ്. വെണ്ടക്കൃഷിയിലേക്ക് എത്തിയപ്പോഴുള്ള അവസ്ഥ ഇതാണ് കേട്ടോ. ഉണ്ടെങ്കിൽ ഈ ഏരിയയിൽ കണ്ടോ, ഇവിടെ ഇങ്ങനെ അടിയിൽ കാണുന്നുണ്ടോ, ഇതൊക്കെ നമ്മളെ വെണ്ടയാണ്. കംപ്ലീറ്റ് വെള്ളത്തിലായിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന വെള്ളം കൂടിയാൽ ഇതൊക്കെ മൂടുന്നില്ല. പക്ഷെ ഇത്ര നേരത്തെ ആവും നമ്മൾ പ്രതീക്ഷിച്ചില്ല. കുറച്ചെങ്കിലും വിളവെടുക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഒന്നുപോലും നമുക്ക് വിളവെടുക്കാൻ പറ്റിയില്ല. പൂവിട്ട് തുടങ്ങിയിട്ടുള്ളായിരുന്നു, ഇങ്ങനെ കായ ആയിട്ട് വരുന്നുള്ളായിരുന്നു. ഇതിപ്പോൾ ഏകദേശം ഒരു 350ഓളം തൈകളുണ്ട് ഇവിടെ. ആ 350ഓളം തൈകളിൽ നിന്ന് നമ്മൾ വിളവെടുക്കുകയാണെങ്കിൽ പൊട്ടിച്ച് മടുത്തായിരുന്നിരിക്കും. 300 അല്ലെങ്കിൽ 250 തൈകൾ കൂട്ടുക, അതിന് വിളവെടുക്കുകയാണെങ്കിൽ ആലോചിച്ച് നോക്കി. പൊട്ടിച്ച് മടുത്തായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമുക്കത് യോഗമില്ല എന്ന് പറയാം. എന്തായാലും അവസ്ഥ നോക്കി കംപ്ലീറ്റ്. ഇപ്പം നമുക്കുള്ള വഴി എന്താണെന്ന് വെച്ചാൽ, നമുക്കിതിന്ന് നല്ല ഗ്രോത്തുള്ള കുറച്ച് തൈകൾ പറിച്ചെടുത്തിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് നടണം. ഞാനിപ്പോൾ ഇതിൽ ഒരു ആനക്കൊമ്പൻ വെണ്ടയുടെ നേരത്തെ ഇവിടെ പറിച്ച് വെച്ചായിരുന്നു കേട്ടോ. ഉണ്ടോ, അതേപോലെ സാധാ വെണ്ടയുടെ ഒക്കെ പറിക്കണം. ഇപ്പോൾ തൽക്കാലം ഇതിങ്ങനെ ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചാണ്. അപ്പോൾ നമുക്ക് ഇത് സാധാ വെണ്ടയാണ്. ഇപ്പോൾ നല്ല ഗ്രോത്തുള്ള തൈ നോക്കിയിട്ടൊന്ന് പറിച്ച് നോക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒന്നിങ്ങനെ ആട്ടി പറിക്കുക. കണ്ടോ, നല്ല ഗ്രോത്തുള്ള കായ ആയിക്കൊണ്ടിരിക്കുന്നു. മുട്ട് കണ്ടോ, പറിച്ചിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ പറിച്ചിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ട് വെക്കാം. ഇതേ ഇനി ആകെയുള്ളൊരു മാർഗ്ഗമുള്ളൂ. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് നാടൻ വെണ്ടയാണ്. നാടൻ വെണ്ടയുടെ ഒരു 10 തൈയും, പിന്നെ ഇത് ആനക്കൊമ്പൻ വെണ്ടയാണ്. ആനക്കൊമ്പൻ വെണ്ടയുടെ ഒരു 10 തൈ. രണ്ടും സെപ്പറേറ്റ് പറിച്ച് മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഒരുമിച്ചാകുമ്പോൾ നമുക്ക് അറിയില്ല, മനസ്സിലാവില്ല ഇത് ഏതാ വേണ്ടാന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു 10 തൈ ഇന്ന് പറിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ വെണ്ടക്കൃഷിയിലെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ പാടത്തെ കൃഷി, ഈ വർഷത്തെ കൃഷി ഇവിടെ അവസാനിച്ചു. ഇനി അടുത്ത വർഷം നമുക്ക് നേരെ തന്നെ തണ്ണിമത്തം നടണം. അത് കഴിഞ്ഞ ഉടനെ നല്ല വിളവ് കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ ചീരയോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പ്രീ പ്ലാൻഡ് ആയിട്ട് നടന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടല്ലോ, സത്യം പറഞ്ഞ കാര്യമാണോ ചിരിക്കണോ എന്നറിയില്ല. നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ് സംഭവിച്ചത്. കുറച്ചെങ്കിലൊക്കെ വിളവെടുക്കാമായിരുന്നു. വെള്ളം കൂടും നമുക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇത്ര നേരത്തെ ആവുമെന്ന് വെച്ചാൽ നേരത്തെ അല്ല, നമ്മൾ നേരം വൈകി, അതാണ് ഉണ്ടായത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം എത്രേ ഉള്ളൂ. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.